നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാസത്തിലൊരിക്കൽ എടുക്കാവുന്ന തരത്തിലുള്ള ഇൻസുലിൻ കുത്തിവയ്പ്പിന്റെ സാങ്കേതിക വിദ്യയുമായി ഗവേഷകർ. ഗർഭകാലത്ത് കാർബണേറ്റഡ് സ്വീറ്റ് ഡ്രിങ്ക്സിന്റെ ഉപയോഗം ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ പൊണ്ണത്തടിയുണ്ടാക്കും. മഴ കനത്തതോടെ എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. പ്രമേഹ രോഗത്തിന് ദിവസേന ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് സന്തോഷവാർത്ത. മാസത്തിലൊരിക്കൽ എടുക്കാവുന്ന തരത്തിലുള്ള ഇൻസുലിൻ കുത്തിവയ്പ്പിന്റെ സാങ്കേതിക വിദ്യയുമായി ഗവേഷകർ രംഗത്തെത്തി. ഡ്യൂക്ക് സർവകലാശാലയിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ. ഒറ്റത്തവണ മരുന്നിൽ നിന്ന് ശരീരത്തിലേക്ക് നിയന്ത്രിത രീതിയിലുള്ള ഇൻസുലിൻ വിതരണമാണ് പുതിയ സാങ്കേതിക വിദ്യയിലൂടെ നടക്കുന്നത്. പ്രാഥമിക പരീക്ഷണങ്ങളിൽ തന്നെ മരുന്നിന്റെ ഫലം ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ ബയോപോളിമർ ഇൻസുലിൻ ഇഞ്ചക്ഷൻ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ മാത്രമേ എടുക്കേണ്ടി വരുന്നുള്ളൂ. ടൈപ്പ് 2 പ്രമേഹ ചികിത്സയിൽ വഴിത്തിരിവാകും പുതിയ കണ്ടെത്തലെന്ന് ഗവേഷകർ പറയുന്നു. മഴ കനത്തതോടെ എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധി പടരുന്നു. ജില്ലയിൽ പനി ബാധിച്ചെത്തിയത് 650ഓളം പേരാണ്. 132 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ 3 വർഷത്തെ അപേക്ഷിച്ച് വെള്ളക്കെട്ടും മഴ ദുരിതവും രൂക്ഷമായ എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികൾ കൂടുകയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 132 പേരാണ് H1N1 മാത്രം ചികിത്സ തേടിയിരിക്കുന്നത്. 2016 ഈ സമയത്ത് ഒരാളിൽ പോലും H1N1 സ്ഥിരീകരിച്ചിരുന്നില്ല. പ്രതീക്ഷിച്ചതിലുമധികം മഴ പെയ്തതും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അഭാവവുമാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NK കുട്ടപ്പൻ പറഞ്ഞു. മൺസൂൺ വന്നു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ കൂടും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ വകുപ്പും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യം മാത്രം ചെയ്താൽ തീരാവുന്ന ഒരു വിഷയമല്ല. കാന വൃത്തിയാക്കേണ്ട കാര്യങ്ങളും പൈപ്പ് പൊട്ടിയത് റിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മഴ പെയ്യുന്നതിന് മുമ്പേ തന്നെ ചെയ്തിരുന്നെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാകും. ഓരോ ദിവസവും പനി, വയറിളക്കം എന്നീ അസുഖങ്ങൾ മൂലം ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് ബി, ഡെങ്കിപ്പനി എന്നിവ ബാധിക്കുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. H1N1 സ്ക്രീനിങ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് എമർജൻസി ഉണ്ടായാലും അതിനെ വിമുഖീകരിക്കാനുള്ള ഒരു സെല്ല് എല്ലാ ആശുപത്രിയിലും. കൊതുകുകൾ വർദ്ധിക്കുന്നത് തടയാൻ വെള്ളം കെട്ടിക്കിടന്ന് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലുകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന സ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സ്പോണ്ടിലോസിസും ആയുർവേദ ചികിത്സയും, ഇതേക്കുറിച്ച് ആരോഗ്യ വാർത്തകൾ എന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം എരിച്ചല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈൻ S ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ശരിക്കും സ്പോണ്ടൈലോസിസ് എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ടുണ്ടാകുന്ന തേയ്മാനം, ഇതാണ് സ്പോണ്ടൈലോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ നട്ടലിനുണ്ടാകുന്ന തേയ്മാനം. നമുക്കറിയാം, നമ്മളുടെ ഇപ്പോൾ നമ്മുടെ ആൾക്കാരിലൊരു ഭൂരിഭാഗവും ഒരു തവണയെങ്കിലും സ്പോണ്ടൈലോസിസ് മൂലമുണ്ടാകുന്ന കഴുത്തുവേദനയോ നടുവേദനയോ വരാത്തവർ വളരെ അപൂർവമാണ്. ഒരു പരിധിവരെ ഒരുപാട് ആൾക്കാരിൽ കൂടുതലായി കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഈ സ്പോണ്ടൈലോസിസ് മൂലമുണ്ടാകുന്ന കഴുത്തുവേദനയും നടുവേദനയും. അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ നമുക്കിപ്പോൾ എന്തുകൊണ്ട് എനിക്ക് കഴുത്തുവേദന വന്നു, അല്ലെങ്കിൽ എനിക്ക് നടുവേദന വന്നു. അപ്പം ഈ സ്പോണ്ടൈലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ നട്ടലിലെ കശേരുക്കൾക്കുണ്ടാകുന്ന തേയ്മാനമാണ്. തേയ്മാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള തേയ്മാനമാണ്. നമുക്ക് അറിയാം, ഒരു വാഹനം, നമ്മളിപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുന്നു, അത് കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ അതിൻ്റെ പാർട്സിന് വെയർ ആൻഡ് ടയർ, അതായത് അതിൻ്റെ ഒരു കൂടുതൽ യൂസ് കൊണ്ടുണ്ടാകുന്ന തേയ്മാനം വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരം ഇതേപോലെ തന്നെ കശേരുക്കളിൽ തേയ്മാനം വരും. അപ്പം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നട്ടലിലാണ് നമ്മളുടെ ഒരു നേരെ നിൽക്കുന്നതിലും നമ്മളുടെ തലയുടെയും ഷോൾഡറിൻ്റെയൊക്കെ വെയിറ്റ് ഭാരം കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകാൻ, കൃത്യമായി നമ്മളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നതൊക്കെ നട്ടലിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നട്ടലിന് നമ്മുടെ ദൈനംദിനമുള്ള സാഹചര്യങ്ങളിൽ കൂടെയുള്ള മുന്നോട്ട് പോകുമ്പോൾ അതിന് ഓരോരോ തേയ്മാനങ്ങൾ, അതിന് സ്വാഭാവികമായുള്ള തേയ്മാനങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന തേയ്മാനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഒരു 80% ഈ സ്പോണ്ടൈലോസിസ് മൂലം ഉണ്ടാകുന്ന തേയ്മാനം ഉണ്ടാവാം. സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന കഴുത്തിൽ, സെർവിക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന കഴുത്തിലുള്ള തേയ്മാനവും, അതുപോലെ തന്നെ ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന നമ്മുടെ നടുവിനുള്ള തേയ്മാനം, സാധാരണയായിട്ട് കഴുത്തിൽ നിന്നും കയ്യിലേക്കുമുള്ള വേദനയും നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദനയുമായിട്ടാണ്
ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒ പിയിലിരിക്കുമ്പം ഒരു 60 വയസ്സിനൊക്കെ മേളിലുള്ള അമ്മമാർ വന്ന് പറയും, ഇങ്ങനെ ഡോക്ടറെ എനിക്ക് ഭയങ്കര കഴുത്ത് വേദന, കഴുത്തുനിന്ന് കയ്യിലോട്ട് വേദന വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കും, അമ്മ എന്ത് എണ്ണയാണ് തലയിൽ തേക്കുന്നത്? അപ്പോൾ അവർ പറയും, അത് കുറച്ച് മരുന്നുകളൊക്കെ ഇട്ട് കാച്ചി എണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനു വേണ്ടിയാണ് അമ്മ, എന്ത് മരുന്നാണ് ഇട്ട് കാച്ചുന്നത്? അപ്പോൾ പറയും, അത് മുടി വളരാനായിട്ട് കയ്യോന്നി, അതുപോലെ തന്നെ കൂവളത്തല, നമ്മുടെ അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് തണുപ്പുള്ള സാധനങ്ങളിട്ട് കാച്ചുന്ന എണ്ണ, മരുന്നുകളിട്ട് കാച്ചുന്ന എണ്ണയാണ് നമ്മൾ മുടി വളരാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഏജ് വരെയുള്ളവർക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഈ തരം എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു 60 വയസ്സിനൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കഴുത്ത് വേദനയും തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മുടി വളരാനുള്ള എണ്ണകൾ, പൊതുവേ ഇതുപോലെ ഇട്ട് കാച്ചുന്ന എണ്ണകളും അതുപോലെ വാങ്ങിക്കുന്നതായാലും അത് കഴിവതും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കാര്യം ഈ എന്ത് തണുപ്പുള്ള എണ്ണ നമ്മൾ തലയിൽ തേച്ചാലും അത് ഈ കഴുത്തിലുള്ള തേയ്മാനത്തെയും വേദനയും, ഒരു വേദനയുണ്ടെങ്കിൽ തണുപ്പ് ചെന്നാൽ അതിന് വേദന കൂടും, വേദനയും കയ്യിലേക്കുള്ള തരിപ്പും കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ തലയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണകൾ, ഇപ്പോൾ കുറേ ആൾക്കാർ എണ്ണ ഉപയോഗിക്കുന്നില്ല, അതൊരു നല്ല ശീലമല്ല. എണ്ണ ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ ഇതിന് ഉചിതമായിട്ടുള്ള ഒരു കഴുത്ത് വേദന മാറത്തക്ക രീതിയിലുള്ള നമ്മുടെ എണ്ണകളുണ്ട്, അത് ഉപയോഗിക്കുന്നതായിരിക്കും ഇതിന് നല്ലത്. പൊതുവേ ആണുങ്ങളിലാണ് ആദ്യം കൂടുതലായി കണ്ടുവരുന്നത്. അതിലൊരു 60% നമ്മളിപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ളവരിൽ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ ഒരു 60 വയസ്സിന് മുകളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ 40 വയസ്സിന് മുകളിലോട്ടും കാണുമ്പോൾ ഈ 40 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരിൽ ഇതുപോലുള്ള വെയർ ആൻഡ് ടിയർ, ഈ സ്പോണ്ടൈലോസിസ് മൂലമുണ്ടാകുന്ന തേയ്മാനം കണ്ടുവരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ജനറലായിട്ടുള്ള വസ്തുതകൾ. ഓക്കെ, ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടുവേദന, കഴുത്ത് വേദന, കൈകാൽ തരിപ്പ്, ഒരുപാട് രോഗങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഈ ഒരു സ്പോണ്ടിലോസിസ് ആണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനുവേണ്ടി മാത്രം പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ രോഗത്തിനുള്ളത്? സാധാരണയായിട്ട് ഈ സ്പോണ്ടൈലോസിസ് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കശേരുകൾ 33 കശേരുകളുണ്ട്. അപ്പോൾ ഈ കശേരുക്കളുടെ ഇടയിൽ നമ്മുടെ ഈ ഒരു ഷോക്ക് അബ്സോർബിംഗ് ആയിട്ടുള്ള ഡിസ്ക്, നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന പോലെ ഡിസ്ക് തെറ്റി അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ചെയ്ത് പുറത്തേക്ക് വന്നു, ഡിസ്ക് തള്ളി വന്നു എന്നാണ് സാധാരണയായിട്ട് പറയുക. അപ്പോൾ ഈ കശേരുക്കളുടെ ഇടയിൽ ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കിന് സംഭവിക്കുന്നത്, നമ്മുടെ നമ്മളിങ്ങനെ ഒരു 10-40 വയസ്സ് 50 വയസ്സ് വരെയൊക്കെ നമ്മൾ എല്ലാ ദൈനംദിന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ എന്ത് ഷോക്ക്, എന്തൊരു ആഘാതമാണെങ്കിലും അത് ഈ ഡിസ്ക്കാണ് ഇതിനെ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് വർക്ക് ചെയ്യും. അപ്പം കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഈ ഡിസ്കിനകത്ത് ഒരു മെയിനായിട്ടുള്ളൊരു സാധനം ഒരു ജെല്ല് പോലുള്ളൊരു സാധനമാണ്. അതാണ് ഈ ഷോക്ക് അബ്സോർബിങ്ങിൻ്റെ എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജെല്ലെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയും, ഒരു ജെല്ലാണ് ആ സാധനം. അപ്പോൾ അത് ജെല്ലിന് കാലക്രമേണ അതിനകത്തെ ജലാംശം കുറയും. അപ്പോൾ ജലാംശം കുറയുന്നതനുസരിച്ച് ഈ ജെല്ല് തിന്നറാകും, അതായത് അതിൻ്റെ ഒരു കനം കുറയും, ഇത് പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജെല്ല് പൊട്ടിക്കഴിയുമ്പോൾ ഇത് പൊട്ടിയിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് തെള്ളി വരും, നമ്മുടെ കശേരുക്കളുടെ ഇടയിലൂടെ തെള്ളി വരുമ്പോൾ നമ്മുടെ ഈ ഞരമ്പുകൾ, സാധാരണയായിട്ട് സംഭവിക്കുന്ന ഈ ഞരമ്പുകളെയൊക്കെ ഇത് അമക്കുമ്പം എവിടെയാണോ ഞരമ്പുകൾ അമങ്ങുന്നത് അവിടം തൊട്ട് അതിൻ്റെ താഴോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല വേദന വരും. അപ്പം സാധാരണയായിട്ട് ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ കശേരുക്കളുടെ എല്ലുകൾ തമ്മിൽ റബ്ബ് ചെയ്യാൻ തുടങ്ങും, എല്ലുകൾ തമ്മിൽ ഒരയുമ്പം നമ്മുടെ ശരീരം വിചാരിക്കും അതിൽ എല്ലുകൾ ഒരയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അത് കൂടുതലായിട്ട് അതിൻ്റെ മുകളിൽ സ്പർ എന്ന് പറഞ്ഞ രീതിയിലുള്ള എല്ലിൻ്റെ ഒരു വളർച്ച ഉണ്ടാകും. അപ്പോൾ ഈ സ്പറുകളും ഇതേപോലെ തന്നെ ഞരമ്പുകളെ അമക്കുകയും നമുക്ക് അത് ഒരു റീജിയണൽ വേദന വരികയും ചെയ്യും. അപ്പോൾ ഇത് കഴുത്തിൽ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു 2-3 തരമാണ്. സെർവിക്കൽ പെയിൻ എന്ന് പറയും. സെർവിക്കൽ പെയിൻ എന്ന് പറയുമ്പോൾ കഴുത്ത് വേദന, പ്രധാനമായിട്ടും വരുന്ന കഴുത്ത് വേദനയാണ്. കഴുത്ത് വേദനയും രാവിലെ എണീക്കുമ്പോൾ ഒരു നെക്ക് സ്റ്റിഫ്നെസ്, അതായത് കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വരിക, അതോടൊപ്പം തന്നെ കയ്യിലേക്ക് തരിപ്പും വേദനയും വരിക. തരിപ്പും വേദനയും ചിലർക്ക് നമ്മളൊരു അഗ്രിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടാൽ അറിയാഴിക വരാറുണ്ട്. അപ്പം സെർവിക്കൽ പെയിനിൽ നമ്മൾ കഴുത്ത് വേദന വരും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് തലവേദന പറയുന്ന ആൾക്കാർ. അപ്പോൾ ഈ നമ്മുടെ ഈ കശേരുക്കളുടെ സൈഡിലുള്ള മസിൽസ്, പാരാസ്മൽ മസിലുകൾ നമ്മുടെ തലയുടെ പുറകുവശം, സ്കള്ളിൻ്റെ തലയോട്ടിയുടെ പുറകുവശത്താണ് ചെന്ന് പിടിക്കുന്നത്. ഈ തേയ്മാനം വരുമ്പം ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവുകയും നമ്മുടെ സബ് ഓക്സിപിറ്റൽ പെയിൻ, അതായത് നമ്മുടെ ഈ ഒരു തലയുടെ ബാക്ക് ഭാഗത്ത് നല്ല വേദന വരും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊരു തലവേദന എന്നുള്ള രീതിയിൽ ഡയഗ്നോസ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലയുടെ പുറകിൽ കാണുന്ന തലവേദനകൾ മിക്കവാറും ഈ ഒരു കഴുത്ത് തേയ്മാനവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇത് ഒരു സെർവിക്കൽ പെയിനാണ്. അതേപോലെ തന്നെ റാഡിക്കുലോപ്പതി എന്ന് പറയും, അതായത് ഞരമ്പുകൾ അമങ്ങിയിട്ടൊരു തൊട്ടാൽ അറിയാഴുകയും വേദനയും വരും. അത് അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിലേക്ക് ഇത് അമങ്ങിയിട്ട് മൈലോപ്പതി എന്ന് പറഞ്ഞ സ്പോണ്ടൈലോട്ടിക് മൈലോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാറുണ്ട്. ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴുത്ത് വേദന വരും, കയ്യിലേക്ക് വേദന വരും, നടുവിലാണെങ്കിൽ നടുവേദനയും കാലിലേക്കുള്ള റേഡിയേറ്റിംഗ്, അതായത് ഇങ്ങനെ നമ്മൾ പറയുന്നത് നടുവിൽ നിന്ന് തുടങ്ങി പെരുവിരലിൻ്റെ അറ്റം വരെ
അല്ലെങ്കിൽ ചെറിയ വിരലിൻ്റെ അറ്റം വരെ വരുന്ന റേഡിയേറ്റിംഗ് ആയിട്ടുള്ള വേദനയെന്ന് പറയും. അത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തെങ്കിലും രീതിയിലുള്ള തേയ്മാനമായിരിക്കും. അപ്പോൾ ഈ തേയ്മാനം ഏത് ഭാഗത്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലെ എന്തെങ്കിലും കംപ്രഷൻ അവിടെ ഈ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കാം, MRI എടുത്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കംപ്രഷൻ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ മസ്കുലർ സ്പാസം, നമ്മൾ ഈ ഒരു കഴുത്തുവേദനയായിട്ട് വരുന്ന ആൾക്കാരുടെ കഴുത്തിൻ്റെ പുറവശമൊക്കെയാണ് മസിൽ സ്പാസം എന്ന് പറയും. അതായത് മസിൽ ഇത് സ്പാസം അടിച്ച് കിടക്കും, കല്ലിച്ച് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ റിലീവ് ചെയ്താൽ ഈ കഴുത്തുവേദന നല്ലതുപോലെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നത്? സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രധാന കാരണം പ്രായം തന്നെയാണ്. രണ്ടാമത് നമ്മുടെ വർക്ക്, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം. ഇപ്പം ഹെഡ് ലോഡ് വർക്കേഴ്സ്, തലയിൽ ഭാരം കയറ്റുന്ന ആൾക്കാർക്ക്, ചുമക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കഴുത്തിന് പ്രശ്നം വരാം. അതുപോലെ തന്നെ നടുവിലും ഇതേപോലെ തന്നെ നമ്മൾ നല്ല സ്ട്രെസ്സ് തലയിൽ വെയിറ്റ് എടുക്കുന്ന തൊഴിലാളികൾക്ക് നടുവിൽ പ്രശ്നം വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്രോമ, ഇപ്പോൾ നമ്മൾ വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറികൾ, ഒരു ട്രോമ ആയിട്ടുള്ള നമ്മൾ ഇടിച്ച് വീഴുക, നടുവിടിച്ച് വീഴുക, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ഏജ് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു നടുവേദനയും കഴുത്തുവേദനയും കണ്ടുവരുന്നൊരു പ്രധാന വിഭാഗം നമ്മുടെ IT പ്രൊഫഷണൽസാണ്. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരുപാട് നേരം നോക്കിയിരിക്കുക. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ IT വർക്ക് സ്ട്രെസ്സും ഇതിൻ്റെ കൂടെ റിലേറ്റ് ചെയ്ത് വരും. അപ്പം കഴുത്ത് നമ്മളൊരു ഫിക്സഡായിട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ IT-ക്കാർ നമ്മൾ ഈ ഒരുപാട് നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ചിലവഴിക്കുമ്പോൾ അവർക്ക് അതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിനെ അത് എക്സർസൈസ് ചെയ്യാനോ ഇത് ചെയ്യാനോ കഴിയാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ TV, ഒരേ സമയം ഇരുന്ന് TV കാണുക. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിലർക്കൊരു ശീലമുണ്ട് കിടന്നുകൊണ്ട് TV കാണുക. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ ഒരു എക്സ്റ്റൻഷനിലും ഒക്കെ ഇരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇതിനകത്ത് അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന കഴുത്തുവേദനകൾ. ഈ രോഗത്തെ ആയുർവേദം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ സ്പോണ്ടിലോസിസ്? ഇത് ശരിക്കും നമ്മൾ എന്താണെന്നുള്ളതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഒരു കഴുത്തുവേദന എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ നോക്കേണ്ട ഇപ്പോൾ സെർവിക്കൽ അല്ലെങ്കിൽ നടുവിൽ കഴുത്തുവേദന അല്ലെങ്കിൽ നടുവേദന എന്നുള്ള സ്പോണ്ടൈലോസിസ് വരുമ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് നോക്കുകയാണ്. അപ്പം തേയ്മാനമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു രൂക്ഷത എന്നൊരു ഇത് കൂടുകയാണ്, ജലാംശം കുറയുന്നു, വെയർ ആൻഡ് ടയർ വരുന്നു. അപ്പം അതിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റേർണൽ മെഡിക്കേഷൻ, അത് സാധാരണയായിട്ട് നമ്മൾ നെയ്കൾ, ഗുൽഗുലു, തിക്തകം പോലുള്ള നെയ്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഗന്ധതൈലം എന്ന് പറഞ്ഞ തുള്ളി, ഇത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണമാണ് കഴിക്കേണ്ടത്. ഗന്ധതൈലം എന്ന് പറഞ്ഞൊരു തുള്ളിമരുന്ന്, പ്രധാന കണ്ടൻറ്റ് എള്ളാണ്. ഇപ്പോൾ ഗന്ധതൈലം എന്ന തുള്ളിമരുന്ന് നമ്മളൊരു 5 തുള്ളി രാവിലെ പാലിൽ വെറും വയറ്റിൽ കഴിക്കാൻ പറയും. അസിഡിക് മീഡിയത്തിൽ കുറേ കൂടെ ബെറ്ററായിട്ട് അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തേക്ക് അത് ചെല്ലുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ തേയ്മാനത്തെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകൾ, അതേപോലെ തന്നെ കഷായങ്ങൾ, നമ്മൾ ധനത നയനാദി അതുപോലുള്ള ചില കഷായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുറമെ ഈ മസ്കുലർ സ്പാസം ഉള്ളപ്പോൾ അതിന് ഈ സ്പാസം റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമെ ഇടാൻ പറ്റുന്ന എള്ള്, മുതിര, ശതകുപ്പ ഇവയൊക്കെ ചേർത്ത് അരച്ചിട്ട് നമ്മൾ അരിക്കാടിയിലൊക്കെ അരച്ച് പുറമെ ഇടാറുണ്ട്. അതുപോലെ തന്നെ വെറുതെ മണൽ, നമ്മുടെ സാധാരണ മണലോ അല്ലെങ്കിൽ ഉപ്പോ ഒരു കിഴി കെട്ടിയിട്ട് കഴുത്തിൻ്റെ 2 സൈഡിലും തോളിലും ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പെയിൻ റിലീവ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ ഉള്ളിലേക്ക് നമുക്കറിയാം ഒരു മെനോപോസ് ആയ സ്ത്രീകളിൽ പെട്ടെന്ന് ഈ തേയ്മാനവും പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഈസ്ട്രജൻ്റെ സപ്പോർട്ട് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് എള്ള്, കരിപ്പട്ടി, ചുക്ക് ഇവ ചേർന്ന് കോമ്പിനേഷൻ, കുറച്ച് എള്ള്, കരിപ്പട്ടി, ചുക്ക് എല്ലാം കൂടെ ചേർത്ത് രാവിലെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു പിടി രാവിലെ കഴിക്കാൻ പറയുന്നത് ഈ ഒരു തേയ്മാനവും ഇതനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും കുറയാൻ നല്ലതാണ്. ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് ആണ് എള്ളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മെഡിക്കേഷൻ എന്നുള്ളതിലുപരി ഒരു ആഹാരം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഫൈറ്റോ ഈസ്ട്രജൻ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമ്മളിപ്പം നടുവിൽ വേദനയാണെങ്കിൽ നമ്മൾ നടുവിലും സാധാരണയായിട്ടൊരു ലംബാർ സ്പോണ്ടൈലോസിസ് വരികയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു ബൾജ് ഉണ്ടെങ്കിൽ അത് റിലീവ് ചെയ്യാനായിട്ട് നടുവിൽ മുറുവെണ്ണ പോലുള്ള എണ്ണകൾ നമ്മൾ നടുവിൽ നിർത്താറുണ്ട്, നടുവിൽ എണ്ണ നിർത്തിയിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേണലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പൊതുവേ നമുക്ക് എന്തെങ്കിലും ഒരു പൈൽസോ അതുപോലുള്ള അസുഖം, കോൺസ്റ്റിപ്പേഷൻ, മലപിടുത്തം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വേദന ഉണ്ടെങ്കിൽ അത് അഗ്രിവേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് റിലീവ് ചെയ്യാനുള്ള ചികിത്സകൾ പുറമേ ശരിക്കും നമ്മൾ നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ ഒരു നടുവേദന ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ രീതികളിൽ കൂടി നമുക്ക് കൃത്യമായിട്ട്, പിന്നെ തലയ്ക്കെണ്ണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകൾ സാധാരണയായിട്ട് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ത്രിഫലാദികേരം, ബലാഹടാദികേരം, ഒന്നുമില്ലെങ്കിൽ നമ്മൾ എള്ളെണ്ണ, ചുക്കും കുരുമുളകും ഇട്ട് കാച്ചിയിട്ട് പത പറ്റിച്ച് തേക്കുന്നതും ഈ കഴുത്തുവേദനയ്ക്ക് നല്ലതാണ്. കഴിവതും തണുപ്പുള്ള എണ്ണകൾ, പ്രത്യേകിച്ച് കയ്യോന്നി, കീഴാർനെല്ലി ഇതൊക്കെ ഇട്ട് കാച്ചുന്ന എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുക കഴുത്ത് വേദനയുള്ളവർ.
ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ലൈഫ് ലോങ് ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുക്കേണ്ടി വരുമോ? ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എന്നതിലുപരി ഇപ്പോൾ ഇതിലൊരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം കഴുത്തിൽ നമ്മൾ എക്സറൈസ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ആൾക്ക് എക്സറൈസ് ചെയ്യാൻ പറയും. ഈ മരുന്നുകളോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് ആളുടെ അടുത്ത് പറയും ഐസോമെട്രിക് എക്സറൈസുകളാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതിനകത്ത് കഴുത്തിൽ പറയും നമ്മളൊരു കഴുത്തിൻ്റെ മസിലിന് എക്സറൈസ് കൊടുക്കണം. അപ്പോൾ പറയും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഒരു സൈഡിൽ ആദ്യം ഇടത്തെ സൈഡിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് പാം വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യാൻ പറയും. ഇപ്പോൾ സാധാരണയായിട്ട് സംഭവിക്കുന്നത് പേഷ്യൻ്റ് വീട്ടിൽ പോയിട്ട് ഇതാ ഇങ്ങനെ ചെയ്യും. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മുടെ കഴുത്തിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, ആ ടോൺ മസിലിൻ്റെ ടോൺ മാറരുത്. അപ്പം നമ്മൾ കണ്ണാടിയിൽ നേരെ നോക്കി നിൽക്കുക, എന്നിട്ട് കൈ ആദ്യം പാം നമ്മുടെ ഇതിൻ്റെ സൈഡിൽ പിടിക്കുക, തലയുടെ സൈഡിൽ പിടിക്കുക, നല്ലതുപോലെ അമക്കുക, അതേപോലെ അടുത്ത സൈഡ് അമക്കുക, അതുപോലെ ബാക്കിലോട്ട് അമക്കുക. ഇത്രയും ചെയ്യുമ്പോൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയരുത്. പിന്നെ ചിലർ കഴുത്ത് വേദന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കഴുത്തിന് ഇങ്ങനെ ഫ്ലെക്ഷൻ കൊടുക്കും, എക്സ്റ്റൻഷൻ കൊടുക്കും, കറക്കിയൊക്കെ എടുക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കഴുത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈ എക്സറൈസ് ചെയ്യുക, ചെറുതായിട്ട് സ്ലൈറ്റ് റൊട്ടേഷൻ കൊടുക്കുക. ഒരിക്കലും ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞാൽ അത് ബൾജ് പുറത്തേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ IT-കാരുടെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, IT പ്രൊഫഷണൽസ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ നമ്മുടെ കണ്ണിൻ്റെ ലെവലിന് താഴെ ആയിരിക്കണം. ചിലയിടത്തൊക്കെ കാണാം, ചില ഓഫീസറൊക്കെ ചെല്ലുമ്പോൾ കാണാം കമ്പ്യൂട്ടർ താഴെ ഇരിക്കും, ആളിത് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഒരു കഴുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോക്ക്ഡ് ചിഹ്നം എന്ന് പറയും, നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ കമ്പ്യൂട്ടർ എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, നമ്മുടെ ലംബാർ, നടുവേദന വരാൻ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നിൽക്കുന്നതിനേക്ക് ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു ഈ നടുവേദന ഒന്ന് കുറഞ്ഞേനെന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റഡീസ് നമ്മുടെ ഒരു ബയോമെക്കാനിക്സ് പറയുന്നത് ഇരിക്കുന്നതാണ് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ നടുവിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് നമ്മുടെ നടുവിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള എർഗണോമിക് ചെയറുകൾ ഉപയോഗിക്കുക. ചെയറുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈകൾ, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മൗസ് നമ്മുടെ കൈ ശരീരത്തോട് ചേർന്നിരിക്കുക. മൗസ് അതായത് ചിലർ ഇങ്ങനെ പിടിച്ച് മൗസ് പിടിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും. അങ്ങനെ ചെയ്യരുത്. ബോഡിയോട് ചേർന്ന് മൗസ് പിടിക്കത്തക്ക രീതിയിലിരിക്കുക. പിന്നെ കുറേ നേരം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്ത് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് IT പ്രൊഫഷണൽസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു റേഞ്ച് ഓഫ് മോഷൻ നമ്മുടെ കഴുത്തിന് എക്സറൈസ് ചെയ്യുന്ന രീതികൾ ചെയ്യുക. കഴിവതും ഈ ഒരുപാട് കട്ടിയുള്ള തലയാണ വെച്ച് കിടക്കാതിരിക്കുക. തലയാണ വെക്കണം, പക്ഷേ അതൊരു നമ്മുടെ ഒരു മോഡറേറ്റ് രീതിയിലുള്ള വെക്കുക. ഒരുപാട് കട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കഴുത്തിന് നമ്മുടെ നട്ടലിന് ചെറിയ കർവേച്ചറുകളുണ്ട്. അതായത് കഴുത്തിൻ്റെ ഒരു ലോഡോസസ് എന്ന് പറഞ്ഞാൽ ചെറിയ കർവേച്ചറുണ്ട്, നടുവിനുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് പൊക്കമുള്ള തലയാണ വെക്കുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും വെക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു വളവ് നഷ്ടപ്പെടും. ഈ വളവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ആഘാതം അബ്സോർബ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വളവ് മാറിക്കഴിഞ്ഞാൽ പെയിൻ കൂടും. അപ്പോൾ ഇതുപോലുള്ള എക്സർസൈസുകൾ ഇതിൻ്റെ കൂടെ ചെയ്യുക. അതേപോലെ തന്നെ മെഡിസിൻസ് നേരത്തെ പറഞ്ഞ ഇൻറ്റേർണലായിട്ട് ഫൈറ്റോഇസ്ട്രോജൻ കൊടുക്കുന്നൊരു ചുക്ക്, എള്ള്, കരിപ്പട്ടി ഇതൊക്കെ ഉപയോഗിക്കുക, എണ്ണ തലയ്ക്കുള്ള ഉപയോഗിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. വേഴ്സ് ആവാതെ നമുക്ക് മാനേജ് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഇതിനകത്ത് മരുന്നിനോടൊപ്പം തന്നെ എക്സർസൈസ് പ്രധാനമാണ്, തലയ്ക്കുള്ള എണ്ണ പ്രധാനമാണ്, ഇൻറ്റേർണൽ മെഡിക്കേഷൻ പ്രധാനമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ കഴിയും. സ്പോണ്ടിലോസിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ ആയുർവേദ ചികിത്സകളെക്കുറിച്ചുമാണ് ഡോക്ടർ ഷൈനസ് ഇന്ന് വിശദീകരിച്ചത്. അദ്ദേഹം തിരുവനന്തപുരം ഇരിച്ചല്ലൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. മറ്റൊരു റിപ്പോർട്ട് നോക്കാം. ഗർഭകാലത്ത് കാർബണേറ്റഡ് സ്വീറ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന പഠനങ്ങൾ പുറത്തുവന്നു. ഇത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് പ്രമേഹം, പക്ഷാഘാതം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയവയിലേക്ക് നയിക്കുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 7 വയസ്സിന് ശേഷമാകും പൊണ്ണത്തടിയിലേക്ക് കുട്ടി എത്തിത്തുടങ്ങുക. ഇത്തരം പാനീയങ്ങൾ അമ്നിയോട്ടിക് ദ്രവത്തിന്റെ അളവ് കൂട്ടുന്നതായും പഠനം പറയുന്നു. ആഴ്ചയിൽ 5ലേറെ കാർബണേറ്റഡ് സ്വീറ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ഗർഭിണികൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ 60% ജന്മനാ തന്നെ അമിതവണ്ണം ഉണ്ടാകുമെന്നും ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എപ്പിഡെമിയോളജിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനം ചൂണ്ടിക്കാട്ടും. ഭക്ഷണം കൃത്യസമയത്തു തന്നെ കഴിക്കണമെന്നാണ് പറയാറ്. എന്നാൽ ഓരോ സമയത്തും കഴിക്കേണ്ട ഭക്ഷണവും പ്രത്യേകമുണ്ട്. പകൽ സമയങ്ങളിൽ തൈര് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ്. എന്നാൽ രാത്രിയിൽ തൈരും മോരും കഴിക്കുന്നത് ദഹനക്കേട് ഉണ്ടാക്കും. ചുമ, കഫം, ജലദോഷം എന്നിവയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യും. അരിയാഹാരം കഴിക്കാനുള്ള നല്ല സമയം ഉച്ചയാണ്.
ഉച്ചസമയത്ത് അരിയാഹാരം കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകളെ കുറയ്ക്കുന്നതിന് സഹായിക്കും. രാത്രിയിൽ അരിയാഹാരം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നതിനും ശരീരഭാരം കൂട്ടുന്നതിനും ഇടയാക്കും. ആപ്പിൾ രാവിലെ കഴിക്കുന്നതാണ് നല്ലത്. ഇത് മലബന്ധം തടയാൻ സഹായിക്കും. വൈകുന്നേരവും രാത്രി അത്താഴത്തിന് ശേഷവും കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകും. വാഴപ്പഴം ഉച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇത് ദഹനത്തിന് സഹായിക്കും. എന്നാൽ രാത്രിയിൽ വാഴപ്പഴം കഴിക്കുന്നത് ചുമയ്ക്കും ജലദോഷത്തിനും കാരണമാവുകയും ചെയ്യും. ഇത് വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മാംസവിഭവങ്ങൾ കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഉച്ചയാണ്. എന്നാൽ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഇറച്ചി വിഭവങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് നല്ലതല്ല. പയർവർഗ്ഗങ്ങൾ രാത്രി കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. അമിനോ ആസിഡുകൾ നിറഞ്ഞ പാൽ ഏത് സമയത്തും കഴിക്കാം. എന്നാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് പാൽ കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ്. രാവിലെ പാൽ കുടിക്കുന്നത് അസിഡിറ്റിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനൊപ്പം വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. H1N1 എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം? RNA വിഭാഗത്തിൽപ്പെടുന്ന ഇൻഫ്ലുവൻസ വൈറസുകളാണ് പന്നിപ്പനിക്ക് കാരണമാകുന്നത്. പന്നികളിൽ നിന്നാണ് അസുഖം ഉണ്ടാകുന്നത്. മനുഷ്യരിൽ ഇത് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുകയും വൈറസ് മനുഷ്യന്റെ ശ്വാസകോശ സ്രവങ്ങളിൽ കൂടി പുറത്തുവരികയും ചെയ്യുന്നു. തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ വായുവിലൂടെ അസുഖം പകരുന്നു. 1 മുതൽ 4 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ, 65 മുകളിൽ പ്രായമുള്ളവർ, ഗർഭിണികൾ, പ്രമേഹം, ആസ്തമ, ഹൃദ്രോഗം, വൃക്കരോഗം, എയ്ഡ്സ് എന്നീ രോഗങ്ങൾ ഉള്ളവർക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും അസുഖം പെട്ടെന്ന് പിടിപെടാം. വൈറസ് ബാധിച്ച് ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രോഗലക്ഷണം കാണിച്ചു തുടങ്ങും. പനി, തൊണ്ടവേദന, ക്ഷീണം, തളർച്ച എന്നിവയ്ക്കൊപ്പം ചുമയും ശ്വാസമുട്ടലും വയറിളക്കവും ഛർദിയും ഉണ്ടാകാം. രോഗം സ്ഥിരീകരിച്ചാൽ ആന്റിവൈറൽ മരുന്നുകൾ നൽകുന്നതിലൂടെ രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാനാകും. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 2 ദിവസത്തിനകം ആന്റിവൈറൽ മരുന്നുകൾ കഴിച്ചു തുടങ്ങേണ്ടതാണ്. ചികിത്സയ്ക്കൊപ്പം ആവശ്യത്തിന് വിശ്രമവും അനിവാര്യമാണ്. രോഗം പകരുന്നത് ഒഴിവാക്കാൻ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് കുറയ്ക്കുകയും മാസ്കുകൾ ധരിക്കുകയും ചെയ്യണം. നന്നായി ഉറങ്ങുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക എന്നിവയിലൂടെ ആരോഗ്യം നിലനിർത്തുകയാണ് രോഗം വരാതിരിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത്. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. മാസത്തിലൊരിക്കൽ എടുക്കാവുന്ന തരത്തിലുള്ള ഇൻസുലിൻ കുത്തിവയ്പ്പിന്റെ സാങ്കേതിക വിദ്യയുമായി ഗവേഷകർ. ഗർഭകാലത്ത് കാർബണേറ്റഡ് സ്വീറ്റ് ഡ്രിങ്ക്സിന്റെ ഉപയോഗം ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ പൊണ്ണത്തടിയുണ്ടാക്കും. മഴ കനത്തതോടെ എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികൾ പടരുന്നു. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amruthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amruthatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.